നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ പതനം മുന്നിൽ കണ്ട് ഗാസയിൽ നിർബാധം തുടർന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച സൂചനകൾ ഇസ്രായേൽ സർക്കാരിന് മുതിർന്ന നിയമ ഉദ്യോഗസ്ഥർ നൽകി. നെതന്യാഹുവിന് പുറമെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ചീഫ് ഓഫ് സ്റ്റാഫ് ഹർസി ഹലേവി എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും ഗാസ മുനമ്പിലെയും ഇസ്രായേൽ അതിക്രമങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. ICCയുടെ അറസ്റ്റ് വാറന്റ് വാർത്തകളിൽ നെതന്യാഹു അസ്വസ്ഥനാണെന്നും അസാധാരണമായ സമ്മർദ്ദത്തിലാണെന്നും ഇസ്രായേലി പത്രമായ മാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആഴ്ച ടെലവീവിൽ മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അടിയന്തര യോഗങ്ങൾ ചേർന്ന് ICCയുടെ നീക്കങ്ങൾ ചർച്ച ചെയ്തതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതേസമയം സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തിന്റെ ശ്രമങ്ങളെന്നും അതിനെ തുരങ്കം വയ്ക്കുന്ന ICCയുടെ ഒരു ശ്രമവും ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും നെതന്യാഹു എക്സിൽ കുറിച്ചു. അറസ്റ്റ് വാറന്റ് വാർത്തകൾ ഒരു ഭാഗത്ത് സജീവമാകുമ്പോഴും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഹേഗിലെ കോടതി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഇസ്രായേലിനെ ബാധിക്കില്ലെന്നും ലക്ഷ്യം പൂർത്തിയാക്കും വരെ മുന്നോട്ട് പോകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഗാസയിലെ അതിക്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ജനുവരിയിൽ ICC ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഇസ്രായേൽ ഭരണകൂടം അവഗണിക്കുകയാണ് ചെയ്തത്. 34,000-ലേറെ ഫലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമാനതകളില്ലാത്ത ദുരിതമാണ് ഫലസ്തീൻ ജനത ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിണിയും അത്യാവശ്യത്തിന് മരുന്നുമൊക്കെ ഇല്ലാതെ ആ ജനതയെ ഇഞ്ചിഞ്ചായ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. ബന്ദികളെ മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നുമുള്ള സമ്മർദ്ദം ഇസ്രായേലും ഹമാസിന് മേൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റാഫേൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള തന്റെ എതിർപ്പ് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ബൈഡൻ തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തു. റാഫേൽ അഭയം പ്രാപിച്ച 10 ലക്ഷത്തോളം വരുന്ന പലസ്തീനികളെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ബൈഡൻ നെതന്യാഹുവിനോട് സംസാരിച്ച കാര്യം വൈറ്റ് ഹൌസ് അറിയിച്ചത്. റാഫേൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ആക്രമണങ്ങളെ എതിർക്കുമെന്നും ബൈഡൻ പറഞ്ഞു. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ഇവർ സംസാരിച്ചിരുന്നു. ആക്രമണങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ കാഴ്ചപ്പാടുകൾ പരിഗണിക്കുമെന്ന് ഇസ്രായേൽ സർക്കാർ ഉറപ്പു നൽകിയിരുന്നുവെന്ന് വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി ABCയോട് പ്രതികരിച്ചു. അമേരിക്കയുടെ ആശങ്കകളും വീക്ഷണങ്ങളും ശരിയായ രീതിയിൽ പങ്കുവയ്ക്കാൻ അവസരം ലഭിക്കുന്നതുവരെ റാഫേലിലേക്ക് പോകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രായേൽ മന്ത്രിസഭ വീഴുമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ഇറ്റാമർ ബെൻഗിൻ എക്സിൽ കുറിച്ചു. വീണ്ടും വിചാരമില്ലാത്ത കരാർ സർക്കാരിന്റെ പതനം എന്ന ജനുവരിയിലെ കുറിപ്പ് ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. റാഫേൽ ആക്രമണം നടത്തുകയും ഹമാസിനെ തുടച്ചു നീക്കുകയും ചെയ്തില്ലെങ്കിൽ നെതന്യാഹു സർക്കാരിന് നിലനിൽക്കാൻ അവകാശമില്ലെന്ന് മറ്റൊരു തീവ്ര നേതാവും ധനമന്ത്രിയുമായ ബെസലേൽ സ്മോട്രിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.